മലയാള സിനിമയിലെ പലരും ഇപ്പൊ ഭയങ്കര തിരക്കിലാണ്. പുതിയ സിനിമയുടെ കാര്യത്തിനല്ലാട്ടാ, കള്ളും കഞ്ചാവൊക്കെ ആയിട്ട് കേസിപ്പെട്ടിട്ട് ഇപ്പൊ എല്ലാരും ഓട്ടത്തോടെ ഓട്ടാണല്ലോ. പൂരായണമെന്ന് അവതരിപ്പിക്കുന്ന കുറച്ചുകൂടി പേര് മൊത്തം പോക. ലഹരി കേസ് വന്നതോടെ ഷൈൻ ടോം ചാക്കോ എന്ന വൻമരം വീണു. ഇനിയായിരുന്നു കണ്ടുപിടിക്കാൻ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടുട്ടാ. അല്ല, ലഹരി കേസിന്റെ കാര്യത്തിൽ ഇവിടെ എല്ലാരും കടുത്ത മത്സരല്ലേ. ഹൈബ്രിഡ് കഞ്ചാവുമായി കൊച്ചിയിലെ 2 സിനിമാ സംവിധായകർ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായി. ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നീ സംവിധായകരാണ് 1.63 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി പുലർച്ചെ പിടിയിലായത്. സംവിധായകര്, നടന്മാര്, മോഡല് അങ്ങനെ ഹൈബ്രിഡ് കഞ്ചാവിന്റെ കാര്യത്തിൽ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കാണ് ഗൈസ്. സിനിമയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ളാറ്റിലെത്തിയെന്നാണ് സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും പറഞ്ഞത്. ചർച്ചയ്ക്ക് മുന്നേ ലേശം പോക, അത് നിർബന്ധമാണെന്ന് പറയുന്ന പോലെയായിരുന്നു പോലീസ് എത്തുമ്പോഴുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ്. ഞങ്ങൾ ചെറിയ 2-3 വേഷങ്ങളൊക്കെ സിനിമയിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥരെ പറ്റിക്കാൻ നോക്കിയെങ്കിലും കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോവാണെന്ന് മനസ്സിലായതോടെ രണ്ടാളും എല്ലാ കാര്യവും പോലീസിനോട് സമ്മതിച്ചു. അല്ലാണ്ട് ചിലവരെ പോലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ടൊന്നുമില്ല കേട്ടോ. ദിനേശ, താൻ ഇവിടെ എന്തൊരു മായാജാലം. എന്നാലും ഖാലിദ് റഹ്മാന്റെ ഒക്കെ ഒരു അവസ്ഥ അല്ലേ. മൂപ്പരുടെ സിനിമ തിയേറ്ററിൽ അടിപൊളിയായിട്ട് ഓടുമ്പോ പുള്ളി അവിടെ ഇരുന്ന് അഴിയെണ്ണുന്നു. പണ്ടാറടങ്ങ എല്ലാവരും കൂടി ഈ കുടുംബം കൊളാക്കുന്ന തോന്നണേ. സിനിമാ മേഖലയിൽ ഒറ്റപ്പെട്ട കഞ്ചാവ് കേസ് ഇതിപ്പോ എത്രാമത്തെയായി? ഇവന്മാര് ഉപദേശിച്ച് നന്നാക്കാൻ ആരും ഇല്ലേ ഇവിടെ? ഐഡിയ ഒരാളുണ്ട്. മൂപ്പരുടെ ഉപദേശം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നന്നാവും, പ്രത്യേകിച്ച് ഇതുപോലത്തെ യൂത്തന്മാര്. ഇത് ഭയങ്കര ഒറിജിനൽ ആയിട്ടുള്ള, ഇത് ഭയങ്കര റിയൽ ആയിട്ടുള്ള കാര്യമാണ്. സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ പിള്ളേരുടെ തലച്ചോറിന് തിന്നോണ്ടിരിക്കണാണ് മക്കള്. പ്ലീസ് കണ്ടറാ, ഇതുപോലെ ലഹരിക്കെതിരെ സംസാരിക്കണ പുതിയ തലമുറയിൽ പെട്ട വേറെ ആരുണ്ട്? നിങ്ങൾക്കൊക്കെ വേടനെ കണ്ടു പഠിച്ചൂടെ? ഇത് വേടനെ ഇത് പറയുമ്പേ സ്റ്റേജ് കയറി നീ കള്ളു കുടിച്ചിട്ടില്ലടാ വേടത്തൊക്കെ സ്റ്റേജ് കയറി പറയണെന്ന് പറയും നിങ്ങള്, മനസ്സിലായ? പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുടണ്ടാ, ലഹരി കാരണം ഒരു തലമുറ മുഴുവൻ നശിച്ചു പോണതിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നത് കണ്ടാ നിങ്ങള്? ഇനിയെങ്കിലും നിങ്ങൾക്കൊക്കെ ഒരു നേരായ വഴിക്ക് നടന്നൂടെ? അല്ല പിന്നെ അല്ല, ബൈ വേടൻ ഇപ്പൊ എവിടെയുണ്ട്? മൂപ്പരെ കണ്ടിട്ട് നല്ലൊരു അഭിനന്ദനം പറയണം. അല്ല, ഈ ലഹരി കാര്യത്തില് ഒരു ജാതി ഉപദേശല്ലേ പുള്ളിക്ക് അങ്ങ് കൊടുക്കണത്. കഞ്ചാവുമായി റാപ്പർ വേടൻ കസ്റ്റഡിയിൽ. വേടന്റെ കൊച്ചി കണിയാമ്പുഴയിലെ ഫ്ളാറ്റിൽ നിന്ന് 5 ഗ്രാം കഞ്ചാവ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് പിടികൂടിയിരുന്നു. ചെറിയൊരു കയ്യബദ്ധം, ഒറ്റപ്പെട്ട സംഭവമായിട്ട് കണ്ടാ പോരെ ഇത്? ഇതൊക്കെ കാണാനും കേൾക്കാനും മേളിലൊരാളുണ്ടേ. കുടിച്ച കള്ളമൊന്നും പറയില്ലടാ. അപ്പൊ വലിച്ച പുകയുടെ കാര്യോ അതും ഇങ്ങനെ തന്നെയാണോ? എന്തായാലും അസല് കലാകാരൻ തന്നെ ട്ടാ. അല്ല, സ്വന്തം അനുഭവങ്ങളല്ലേ ഇങ്ങനെ ചീന്തി എടുത്ത് പാട്ടായിട്ട് എഴുതിട്ട് പാടുന്നത്. ബ്രില്യന്റ്. പിടിച്ചതെല്ലാം പുലിബാലിടാ. എന്നിട്ട് വേടട്ടൻ ചെയ്യാ പറഞ്ഞതൊക്കെ അച്ചട്ടാവാണല്ലോ. എന്നാലും നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആവുന്നത് എന്തൊരു കഷ്ടമാണ്. എന്തൊക്കെയായിരുന്നു റാപ്പ്, ആരാധകര്, യോയോ ഒക്കെ പുകയുടെ പുറത്തുള്ള ഒരാളായിരുന്നു അല്ലേ? അങ്ങനെ പടക്കടകുദാഹവ എന്തൊക്കെ മേളായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി ടമാർപടാർ എല്ലാം കത്തിച്ചാമ്പലാവൂന്ന്. നാർക്കോട്ടിക് ഇസ് എ ഡേർട്ടി ബിസിനസ്. എത്ര തവണ ഉപദേശിക്കണം മക്കളെ നിങ്ങളെ? അപ്പൊ ഇത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്ന് കേരള പോലീസിനും എക്സൈസിനും നല്ല ബോധ്യമുണ്ട്. സോ ഈ കാറ്റഗറിയിൽ പെടുന്ന ഇനിയും ഒറ്റപ്പെട്ട സംഭവങ്ങളാകാൻ സാധ്യതയുള്ളവർ ജാഗ്രത, പണി പിന്നാലെ വരുന്നുണ്ടവറാച്ച. കഴിഞ്ഞ ദിവസം തൃശ്ശൂരില് ഭയങ്കരമായൊരു ശബ്ദം കേട്ടു. തൃശ്ശൂർ എന്ന് പറയുമ്പോ നമ്മുടെ ശോഭാ സുരേന്ദ്രന്റെ വീടിന് മുന്നില് സംഭവം തൊട്ടാ സ്ഫോടനം എന്നാണ് ശോഭിച്ച് പറയണത്. ഉഗ്രമായ ശബ്ദത്തിലാണ് സ്ഫോടനമുണ്ടായത്. അപ്പൊ ഉഗ്രമായ ശബ്ദത്തിൽ സ്ഫോടനമുണ്ടായി എന്നും തൊട്ടടുത്ത് ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പിൽ നിന്നാണ് ഈ സ്ഫോടനമുണ്ടായത് എന്നും അവര് പറയുകയും അവരോടൊപ്പം അവരുടെ മകൻ ആ വീടിനകത്ത് ഇരുന്നു കൊണ്ട് അവനും ഭയപ്പാട് അഭിനയിക്കുകയും ചെയ്തു. അതായത് ശോഭേച്ചിയുടെ വീട് ലക്ഷ്യം വെച്ചിട്ട് ഒരു സംഘം വന്ന് സ്ഫോടക വസ്തു എറിഞ്ഞു. പക്ഷെ സംഘത്തിന് ചെറുതായിട്ട് വീടൊന്ന് മാറിപ്പോയി. ശോഭേച്ചിയുടെ വീടിന്റെ ഓപ്പോസിറ്റ് ഉള്ള വീട്ടിലേക്കാണ് സ്ഫോടക വസ്തു എറിഞ്ഞെന്നാണ് ശോഭേച്ചി കണ്ടുപിടിച്ചത്. അവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു ബൈക്ക് ആ ചെറുപ്പക്കാരനുമായിട്ട് ഞാൻ ചെല്ലുമ്പോൾ ഒരു ബൈക്ക് ആ ചെറുപ്പക്കാരനുമായിട്ട് സംസാരിക്കുന്നതാണ് ആ ബൈക്കിൽ വന്ന ആളുകൾ. അപ്പം ഞാൻ ചോദിച്ചു, മോനെ
ഇതെന്താണ് ഇത്രയും വലിയൊരു ശബ്ദത്തിൽ ഇവിടെ സംഭവിച്ചത് എന്ന് ചോദിച്ച സമയത്ത് ആ കുട്ടി പറഞ്ഞത്, ഈ സ്ഫോടനം അകലേക്ക് കേട്ടതുകൊണ്ട് ബൈക്കിൽ പോയ ആളുകൾ തിരിച്ചു വന്ന് എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് എന്നാണ് ആ കുട്ടി എന്നോട് മറുപടി പറഞ്ഞത്. അങ്ങനെ അകലേക്കൊക്കെ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ അത് അത്രയും വലിയ സ്ഫോടനമായിരിക്കുമല്ലോ. പക്ഷെ ഇവിടുത്തെ പോലീസിന് മാത്രം അതൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ശോഭിച്ച് ആകെ അസ്വസ്ഥയാണ് ഗൈസ്. പോലീസ് അധികാരികൾ കണ്ടുപിടിച്ചു, തൃശ്ശൂരിലെ പോലീസ് അധികാരികൾ കണ്ടുപിടിച്ചു, വിഷുവിനോ ഈസ്റ്ററിനോ വാങ്ങിയ പടക്കത്തിന്റെ ബാക്കി ഓലപ്പടക്കം പൊട്ടിച്ചതിനാണ് ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ ഒരു വിഷയമുണ്ടാക്കിയത് എന്നുള്ള രീതിയിൽ വ്യക്തമായിട്ടുള്ള ഗൂഢാലോചന പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായി. ഒരാള് സ്ഫോടക വസ്തുവിന്റെ മുന്നിൽ നെഞ്ചു വിരിച്ച് ധൈര്യത്തോടെ നിൽക്കുമ്പോ അത് ഓലപ്പടക്കാണെന്ന് പറയാൻ കേരള പോലീസിന് എങ്ങനെ തോന്നി? ഹൗ ഡെയർ യു! നിങ്ങൾ അങ്ങനെ വിടാന്ന് ഞങ്ങളുടെ ശോഭിച്ച് വിചാരിച്ചിട്ടില്ല കേട്ടാ. മൂപ്പരെ തെളിവും കൊണ്ടാ വന്നിരിക്കുന്നത്. അങ്ങോട്ട് കാണിച്ചു കൊടുക്കും ശോഭിച്ച്. എവിടെ സ്ഫോടക വസ്തു? ഇവിടെയാണ് പൊട്ടുന്നത്. തത്സമയം സെക്കൻഡിനുള്ളിൽ മറ്റൊരു വാഹനം കടന്നു പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഇത് അയക്കാം. രണ്ട് തീപ്പൊരി അങ്ങോട്ട് ചാടിപ്പോയത് കണ്ട. അതാണ് ഭയങ്കരമായ ഒച്ചയുണ്ടാക്കിയ ഭയങ്കരമായ സ്ഫോടനം. അതൊക്കെ മനസ്സിലാക്കണമെങ്കിലേ ശോഭേച്ചിനെ പോലെ നിങ്ങൾക്ക് തലയ്ക്കകത്ത് ബുദ്ധി വേണം. ബോംബിനിടയിലൂടെയും ഉണ്ടെങ്കിലും എനിക്ക് നടക്കാൻ സാധിക്കും. ഞാൻ പാനൂരും മൊകേരിയിലുമൊക്കെ എൻ്റെ ജയകൃഷ്ണൻ മാസ്റ്ററുടെ വധത്തിനു ശേഷം അവിടെ അന്ന് പ്രഖ്യാപനം നടത്തി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ പൊതുയോഗത്തിൽ വന്ന് പ്രസംഗിച്ചാൽ വെടിച്ചു കീറിക്കളയും എന്നാണ് പറഞ്ഞത്. ഞാൻ പിന്നോട്ട് കാലി വെച്ചിട്ടില്ല. ഈ ഡയലോഗ് ഞാൻ എവിടെയോ. നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നു പോയിട്ടുണ്ട്. ഞാനങ്ങനെ ബ്രണ്ണൻ കോളേജിലൊന്നും പഠിച്ചിട്ടില്ല, വടിവാളിനിടയിലൂടെയൊന്നും നടന്നു നീങ്ങിയിട്ടില്ല. പക്ഷേ നല്ല തൻ്റെ ഇടവും നല്ല ധൈര്യവും പിന്നെ ഇത്ര കാലം എന്നൊന്നും നമ്മളെവിടെയും എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുമില്ല എന്നുള്ളത് കൊണ്ട് എനിക്കിനി തൃശ്ശൂരിലെ പോലീസിന്റെ ഒരു സഹായത്തിന്റെയും ആവശ്യമില്ല. പിന്നല്ല, തൃശ്ശൂരിലെ പോലീസിനോട് പിണക്കാണ്. സ്ഫോടനത്തിന് ഓലപ്പടക്കാക്കിയ ബ്ലഡി ഫൂൾസ്. എവിടെയെല്ലാം പടക്കം പൊട്ടുന്നുണ്ട്. വിഷുവല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ പല സ്ഥലത്തും പടക്കം പൊട്ടും. ആ പടക്കമെല്ലാം പലതിന്റെ ഭാഗമായിരിക്കും. ഇനി നിങ്ങളും കൂടെ തുടങ്ങിക്കോ. ഒരാള് മാസ് കാണിക്കുമ്പോ നനഞ്ഞ ഓലപ്പടക്കം പോലെ മൂലയ്ക്ക് ഇരുത്തുന്നത് കഷ്ടമാണ് കേട്ടോ. എനിക്ക് അവരെക്കുറിച്ച് മറ്റു വിവരങ്ങളൊന്നും എനിക്കില്ല. അതുകൊണ്ടൊരു കാര്യം സംബന്ധിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. അതെയോ? കുറെ കാലം മുന്നേ AKG സെന്ററിലേക്ക് ഇതുപോലൊരു സ്ഫോടക വസ്തു പറഞ്ഞപ്പോ അയ്യോ എന്റെ മുന്നേ AKG സെന്റർ ഇടിഞ്ഞൊഴിഞ്ഞ് താഴെ വീണ പോലെ തോന്നി. അത്രയോ ഒച്ചുണ്ടായിരുന്നു എന്ന് പറഞ്ഞവര് ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ അല്ലേ? ശരിക്കും കസേരയിൽ ഇരുന്നിടത്തുനിന്ന് ഒന്ന് അനങ്ങിപ്പോകുന്ന വിധത്തിൽ അത്യന്തം ഭീകരമായ ഒരു വലിയ സ്ഫോടനം അത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഒരു 5, 8, 10 നിലയുള്ള കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു ഇവിടെ വീണതാണോ, അതല്ല അതിനേക്കാളും വലിയ എന്തോ ഇടിവെട്ട്, അതൊന്നും അല്ല. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അത്ര ഭീകരമായ ഒരു ശബ്ദമാണ് നമ്മൾ കേട്ടത്. ഉറക്കം വരുന്നു. സഖാവ് EP ജയരാജനെ പോലെ ബോംബ് കൈകാര്യം ചെയ്ത പരിചയമൊന്നും എനിക്കില്ല. അപ്പോൾ ബോംബ് എങ്ങനെയായിരിക്കും? ബോംബിലെ ടെക്നോളജിയും PhDയും ഒക്കെ എടുത്ത ആളാണ് ശ്രീമാൻ EP ജയരാജൻ. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് മറ്റൊന്നും പറയാനില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ കേരളത്തിൽ അങ്ങനെയാണ്. പരിപ്പോടയും കട്ടൻ ചായയും പുസ്തകം എഴുതി മുഴുവൻ തയ്യാറാക്കി പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്ത പ്രസാധക സംഘത്തെ വരെ കള്ളന്മാരാക്കി ചിത്രീകരിച്ച ഒരാളാണ്. അപ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ട് ആ വിഷയത്തിൽ എനിക്കൊന്നും പറയാനില്ല. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. വിഷുവിനും ഈസ്റ്ററിനും ബാക്കി വന്ന പടക്കങ്ങൾ കുട്ടികൾ പൊട്ടിച്ചു എന്നാണ് പോലീസ് പറയണത്. പിന്നെ ശോഭേച്ചിയുടെ ഒരു സമാധാനത്തിന് അലക്ഷ്യമായിട്ട് പടക്കം പൊട്ടിച്ചതിന്റെ പേരിൽ പെറ്റി കേസ് എടുത്തിട്ടുണ്ട്. സന്തോഷായില്ലേ? എന്നാലും ഇതിന് മാത്രം ഓലപ്പടക്ക സ്ഫോടനങ്ങൾ ഇവിടെ മാത്രം എങ്ങനെ നടക്കണോ എന്തോ.